എന്റെ ലാസ്റ്റ് വീഡിയോയിൽ മീറ്റ് ദ കാൻഡിഡേറ്റിനുണ്ടായ തർക്കങ്ങൾ വരല്ലേ കണ്ടേ? ബാക്കി എന്തായെന്ന് കാണണ്ടേ? കാൻഡിഡേറ്റ്സ് അവർ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ തർക്കങ്ങൾ തുടങ്ങിയപ്പോഴത്തേക്കും കോളേജിൽ ലോങ് ബെൽ അടിച്ചു. രണ്ട് ടീംസിനോടും കോളേജിന് വെളിയിറങ്ങാൻ പറഞ്ഞു. കോളേജിനകത്ത് ഇനിയൊന്നും നിൽക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഇറങ്ങുന്നത് പോലെ നല്ല രീതിയിൽ രണ്ട് പാർട്ടിക്കാർ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഇറങ്ങിയത്. മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ മൊത്തം ഫേസ് ടു ഫേസ് നോക്കി നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അങ്ങോട്ടും വെല്ലുവിളിച്ച് ഇങ്ങോട്ടും വെല്ലുവിളിച്ച് നല്ല രീതിക്ക് തർക്കങ്ങളായിട്ടായിരിക്കും കോളേജിന് വെളിയിലോട്ട് ഇറങ്ങുന്നത്. രണ്ടുപേരും നല്ല രീതിക്ക് തർക്കങ്ങളും മുദ്രാവാക്യങ്ങളും ഉണ്ടെങ്കിലും അടിയാകാതെ തന്നെ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നേരെ ഗേറ്റിന് വെളിയിലോട്ട്. എന്റെ ഫസ്റ്റ് ഇലക്ഷൻ കിട്ടിയ എക്സ്പീരിയൻസോ വൈബോ ഒന്നും അതിനുശേഷമുള്ള ഒരു ഇലക്ഷനും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറെ റെസ്ട്രിക്ഷൻസ് വന്നതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ അവർ വേണ്ടാന്ന് വെച്ചു. കലാശക്കൊട്ടായാലും ജാഥകളായാലും ശാസ്താംകോട്ട തൊട്ടെടുക്കുന്ന വർക്കുകളായാലും എല്ലാം വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ എല്ലാം ഹോസ്റ്റലിലോട്ടേ ഉള്ളൂ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്റെ ഫസ്റ്റ് ഇലക്ഷന് കലാശക്കൊട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ശാസ്താംകോട്ട ജംഗ്ഷൻ വരെ പോയതും അവിടെ നിന്ന് കുറെ വർക്ക് എടുത്തതും എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങി വരുന്നുണ്ടപ്പോൾ ഞങ്ങളും ഇറങ്ങി വന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാലോ എന്നും പറഞ്ഞു. ഒന്നുമില്ലായിരുന്നു. കാൻഡിഡേറ്റ്സ് എല്ലാം വർക്ക് എടുക്കാൻ വേണ്ടി വന്നത്. കോളേജ് വിട്ട് എല്ലാ പിള്ളേരും വെളിയിൽ പോകുന്ന ടൈമും അല്ലേ. ലാസ്റ്റ് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാം കണ്ടിട്ട് ഹോസ്റ്റലിൽ കയറാന്ന് പറഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്നു. സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനുള്ള കോളേജിലാണ് ഞങ്ങളുടെ കോളേജിനെ എല്ലാവരും പറയാറ്. കാരണം എപ്പോൾ വേണമെങ്കിലും അടി അടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2 വണ്ടി പോലീസ് എപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇലക്ഷൻ ആയതുകൊണ്ട് രാവിലെ തൊട്ടേ അവരുണ്ട്. പോലീസ് സ്റ്റേഷന്റെ അവിടെ വരെ കൊടി കൊണ്ടുവരാൻ പറ്റും. അതിനിപ്പുറത്തോട്ട് കൊടി കൊണ്ടുവരാനും പാടില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്.